Good morning, dear students. Last class we are discussed about period of the wave and the frequency of the wave. Next we have to discuss speed of the wave. What is meant by speed, or how we can calculate the speed? We have speed equal to distance divided by time. Here the distance of a wave is the wavelength of the wave. നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ വേവ് ലെങ്ത്. സോ വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ എ ടൈം ഓഫ് വൺ പീരിയഡ്. സോ സ്പീഡ് ഇസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ വൺ പീരിയഡ്, ടൈം ഓഫ് വൺ പീരിയഡ്, ദാറ്റ് ഈസ് ലാംഡ ഡിവൈഡഡ് ബൈ ടി. ദെൻ ലാംഡ ഡിവൈഡഡ് ബൈ ടീന് നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു വൺ ബൈ ടി എന്ന് എഴുതിക്കൂടെ? സോ വൺ ബൈ ടി ഈസ് ഈക്വൽ ടു എന്താ? വി എഫ് ആണ്, ഫ്രീക്വൻസി ആണ്. സോ സ്പീഡ് ഓഫ് ദി വേവ് വി ഈക്വൽ ടു എഫ് ലാംഡ. സ്പീഡ് ഓഫ് ദി വേവ് വി ഈക്വൽ ടു എഫ് ലാംഡ. ദെൻ ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഒരു വേവ് തന്നാൽ അതിൻ്റെ പീരിയഡ് എങ്ങനെ കാണാം, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്സ് സ്പീഡ്. Then observe the graphic representation of a transverse wave at a particular instant. Here is a transverse wave is given. Then there is some questions in the next page, page number 127. First question, in the figure which are the points of highest displacement? ഇവിടെ ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഏതൊക്കെ പോർഷനാണ് നോക്കി നോക്കൂ. എ ഉണ്ട്, അതേപോലെ തന്നെ വേറെ ഏതാ ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോർഷൻ? എ ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോർഷനാണ്. ദെൻ സി, ദെൻ ഇ, ദെൻ ജി, ഐ, കെ, എം. ദീസ് ആർ ദ ഹൈ പോർഷൻസ് ഓഫ് ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ അവിടെ ഫില്ല് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി ക്രസ്റ്റ്സ് ആൻഡ് ട്രഫ്സ് ആർ ദർ ഇൻ ദി ഫിഗർ? അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ ക്രസ്റ്റ് ആൻഡ് ട്രഫ്? Crust means the highest portion of a wave is called crust. The elevated portion or highest portion of a wave is called crust, and the lowest portion is called trough. Lowest portion is called trough. നോക്കി നോക്കൂ, ഇവിടെ മാർക്ക് ചെയ്യൂ കേട്ടോ. The portion shown elevated from the mean position are called crust. മീൻ പൊസിഷനിൽ നിന്ന് ഇലവേറ്റ് ചെയ്ത പോർഷനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഡീപ്രസ്ഡ് ചെയ്ത പോർഷനെയാണ് ട്രഫ്സ് എന്ന് പറയുന്നത്. നോക്കി നോക്കൂ, അപ്പോൾ ഹൗ മെനി ക്രസ്റ്റസ് ആൻഡ് ട്രഫ്സ്, ഇതിൽ എത്ര ക്രസ്റ്റും എത്ര ട്രഫുണ്ട്? എത്ര ക്രസ്റ്റ് ഉണ്ട്? 1 2 3 4 ക്രസ്റ്റ്. അവിടെ ഫില്ല് ചെയ്യൂ കേട്ടോ, 4 ക്രസ്റ്റ്. എത്ര ട്രഫാണ്? 1 2 3 ട്രഫുകൾ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ഓൾ പാർട്ടിക്കിൾസ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം? ഇതിലുള്ള എല്ലാ പാർട്ടിക്കിൾസും അറ്റ് എ പർട്ടിക്കുലർ ടൈമിൽ സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലാണോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ എയിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഫേസ് ഓഫ് വൈബ്രേഷൻ എങ്ങനെ? ഇറ്റ് ഹാസ് ദ ടെൻഡൻസി ടു മൂവ് ഡൗൺവാർഡ് അല്ലേ? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി താഴോട്ടാണ്. അതേസമയം ഇവിടെ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് അപ്വാർഡ് ഡയറക്ഷനിലാണ്. അതേസമയം ഇവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതും അപ്വാർഡ് ഡയറക്ഷനിലാണ്. മീൻസ് ഇതിലെ ഓരോ പോയിന്റിലുള്ള പാർട്ടിക്കിൾസും എന്താണ്? സെയിം ഫേസിലാണോ? അല്ല, ഡിഫറെൻറ്റ് ഫേസിലാണ്. അപ്പോൾ ഇവിടെ ആർ ഓൾ പാർട്ടിക്കിൾസ് ആർ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ? നോ. ദെൻ നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ആർ ദ പാർട്ടിക്കിൾസ് ഇൻ ദി സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആസ് ദാറ്റ് ഓഫ് എ? എൻ്റെ അതേ സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എയിലുള്ള ഒരു ഒബ്ജക്റ്റ് താഴോട്ട് മൂവ് ചെയ്യണു. അതേ ഫേസിലുള്ള ഒബ്ജക്റ്റ് ഏതാ? എക്ക് സെയിം ആയ ഒബ്ജക്റ്റ് ഇ, ഒബ്ജക്റ്റ് അറ്റ് ഇ, ഒബ്ജക്റ്റ് അറ്റ് ഐ, ഒബ്ജക്റ്റ് അറ്റ് എം. ഇത്രയും പോർഷനിലുള്ള പാർട്ടിക്കിൾസ് എൻ്റെ പോലെ തന്നെ സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലാണ്. ഓക്കെ. വിച്ച് ആർ സിമിലർ ടു സി? നെക്സ്റ്റ്, സിക്ക് സിമിലറായ സെയിം ഫേസിലുള്ളത് ഏതൊക്കെയാ? ഒബ്ജക്റ്റ് അറ്റ് ജി, ഒബ്ജക്റ്റ് അറ്റ് കെ. ഓക്കെ.
ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദി വേവ് ഷോൺ ഇൻ ദി ഫിഗർ. അപ്പോൾ എന്ത് ചെയ്യുക, നോട്ടിൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുക വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദി വേവ്. ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് നോട്ടിൽ എഴുതേണ്ടത്. ഹിയർ വാട്ട് ഈസ് ദ വേവ് ലെങ്ത്. ഇവിടെ വേവ് ലെങ്ത് എത്രയാ, ഈ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വൺ ക്രസ്റ്റ് ആൻഡ് വൺ ട്രഫ്. അങ്ങനെ നോക്കിയാലും മതി. ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഉൾക്കൊണ്ട ലെങ്ത്തിനെയാണ് എന്ത് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ എത്ര വേവ് ലെങ്ത് വരിക, 4 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് നോട്ട് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഇൻ ദി ഫിഗർ എന്ന് പറയുമ്പോൾ ആ ഫിഗർ വരക്കണം. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഇൻ ദി ഫിഗർ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ് ഇഫ് ദ പാർട്ടിക്കിൾ എ മേക്സ് 100 വൈബ്രേഷൻ ഇൻ 5 സെക്കൻഡ്. ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം വി ഹാവ് ടു സീ ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ്. Then the hints are given. There are 100 vibrations are produced in 5 seconds. So equation for frequency F equal to number of vibration divided by time. That is 100 vibration ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടൈം 5 ആണ്. ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഹെർട്സ്. ക്ലിയർ? നെക്സ്റ്റ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ രണ്ട് ഫിഗർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 ഫിഗർ നോട്ടിൽ വരയ്ക്കുക. ദെൻ ഹിയർ ഈസ് സം ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതണം കേട്ടോ. ഈ 2 ഫിഗറും വരച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതുക. ആൻസർ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദി വേവ്, വാട്ട് അബൌട്ട് ദാറ്റ് ഓഫ് ദി സെക്കൻഡ് വൺ. ഇവിടെ ഫസ്റ്റ് വേവിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്, നമ്മൾ പറഞ്ഞു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും. അപ്പോൾ ഫസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് വേവ് ഈക്വൽ ടു 4 മീറ്റർ. And wavelength of the second wave equal to 2 meter. Next question, which wave has a higher wavelength? That is first wave has higher wavelength. നോട്ടിൽ ചെയ്യണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ്. ഈ 2 വേവിൻ്റെ എന്ത് കാണണം, ഫ്രീക്വൻസി കാണണം. ഇഫ് ദേ ഹാവ് ട്രാവൽഡ് ദിസ് ഡിസ്റ്റൻസ് ഇൻ 0.25 സെക്കൻഡ്. 2 വേവും ഫോം ചെയ്ത ടൈം എത്രയാണ്, ടൈം 0.25 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്രീക്വൻസി കാണണം. അപ്പോൾ എഫ് ഈക്വൽ ടു നമുക്കറിയാം നമ്പർ ഓഫ് വൈബ്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ എത്ര വൈബ്രേഷൻ ഉണ്ടായത്, 1. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയതാണ് 1 സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 2 3 വൈബ്രേഷൻ 3. ഈ വൈബ്രേഷൻ ഉണ്ടാവാനെടുത്ത ടൈം നമുക്ക് ആ ക്വസ്റ്റ്യനിൽ അപ്പുറത്ത് തന്നിട്ടുണ്ട്, 0.25 ആണ്. ഇത് ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. ദെൻ അതേപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ദി സെക്കൻഡ് വേവ്, നമ്പർ ഓഫ് വൈബ്രേഷൻ 1 2 3 4 5 6. നമ്പർ ഓഫ് വൈബ്രേഷൻ 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 0.25 ചെയ്താൽ ഇതിൻ്റെ വൈബ്രേഷനും കിട്ടും. Then what happens to the wavelength when the frequency increases? If the frequency increases, then the wavelength decrease. If the frequency increases, then the wavelength decrease. Okay, അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ, ഇവിടെ മാർക്ക് ചെയ്യാം. When the frequency of a wave with a constant speed increases, its wavelength decreases. Next question, there is a transverse wave is given. This question also write down in the note. What is the amplitude of the wave? Amplitude പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാക്സിമം ഡിസ്റ്റൻസ് അല്ലേ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്രയാണ്, മാക്സിമം ഹൈറ്റ് 2 മീറ്റർ. സോറി, സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്, 2 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്ത്? വേവ് ലെങ്ത്ത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും എത്രയാ, 8 മീറ്റർ. Calculate the frequency of the wave if it took 0.2 second to reach A. നോക്കി നോക്കൂ, ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. എ എന്ന് പറയുന്ന പോർഷനിൽ എത്താൻ 0.2 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഈക്വൽ ടു നമ്പർ ഓഫ് വേവ്സ് ഡിവൈഡഡ് ബൈ ടൈം. അതിൽ നമ്പർ ഓഫ് വൈബ്രേഷൻ എത്രയാണ്, 1 2 3 വൈബ്രേഷൻ.
അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 0.2 വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ സ്പീഡ്. സ്പീഡ് കാണാൻ v ഈക്വൽ ടു എഫ് ലാംഡ. എഫ് നമുക്കിവിടെ കിട്ടും, ലാംഡ ഇവിടെയും കിട്ടും. അത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി വൈബ്രേഷൻ ഓഫ് ദി വേവ്. വേവിൻ്റെ വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻ ദി കേസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഹിയർ ദ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. Particles of the medium vibrate parallel to the particles of motion of the propagation of the wave. വേവിൻ്റെ മോഷന് പാരലൽ ആയിട്ട് തന്നെയാണ് ആ റീജിയനിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് വേവ് ഈസ് കാൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവിൽ നമ്മൾ പറഞ്ഞു ക്രസ്റ്റും ട്രഫും ആണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഇൻ ദി കേസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ദ ഹൈ പ്രഷർ റീജിയൻ, കണ്ടോ ഇവിടെ വേവ്സ് വളരെ തിക്കായിട്ടാണ് കാണുന്നത് അല്ലേ. സോ ദിസ് ഹൈ പ്രഷർ റീജിയൻ ഈസ് കാൾഡ് റീജിയൻ ഓഫ് കംപ്രഷൻ. സി, റീജിയൻ ഓഫ് കംപ്രഷൻ. ആൻഡ് ഇവിടെ വേവ്സ് വളരെ വിട്ടിട്ടാണ് കാണുന്നത് അല്ലേ. ദിസ് ലോ പ്രഷർ റീജിയൻ ഈസ് കാൾഡ് റീജിയൻ ഓഫ് റയർഫാക്ഷൻ. നോക്കി നോക്കും, ദ ഹൈ പ്രഷർ റീജിയൻ ഈസ് കാൾഡ്. അത് എന്ത് ചെയ്യുക, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് നിങ്ങൾ സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു വേവ് നോട്ടിൽ വരയ്ക്കുക. അതിൻ്റെ താഴെ ദി ഹൈ പ്രഷർ റീജിയൻ ഈസ് കാൾഡ് റീജിയൻ ഓഫ് കംപ്രഷൻ എന്ന് എഴുതുക. സി. സെക്കൻഡ് പോയിന്റ്, ലോ പ്രഷർ റീജിയൻ ഈസ് കാൾഡ് റീജിയൻ ഓഫ് റയർഫാക്ഷൻ. ദെൻ longitudinal wave is a wave in which particles of the medium vibrate in a direction parallel to the direction of propagation of wave. This is called a longitudinal wave. Clear? Longitudinal wave in example for longitudinal wave, that is sound wave. ഇപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ട്യൂണിംഗ് ഫോർക്ക് കാണിച്ച് തരാം. ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, നമുക്കറിയാം സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനിലൂടെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ റീജിയൻ ഓഫ് കംപ്രഷൻ ആൻഡ് റീജിയൻ ഓഫ് റയർഫാക്ഷൻ. The next difference between transverse wave and longitudinal wave. ഇവിടെ നമുക്കറിയാം അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. പിന്നെ ഇവിടുത്തെ കേസ് പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ് അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനലാണെങ്കിൽ എന്താ വരിക, പാരലൽ ടു ദ വൈബ്രേഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് കംപ്രഷൻ റയർഫാക്ഷൻ ആണ്. ഇവിടെ ക്രസ്റ്റസ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ്.